കൊറോണ വൈറസിന്റെ പ്രഭവ കേന്ദ്രമായി ചൈനയിൽ വീണ്ടും മറ്റൊരു പുതിയ വൈറസിന്റെ അതിതീവ്രമായ വ്യാപനമെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ഹ്യൂമൻ മെറ്റാന്യൂമോ എന്ന HMPV വൈറസാണ് ഇപ്പോൾ കോവിഡ് മഹാമാരിക്ക് പിന്നാലെ വീണ്ടും ലോകരാജ്യങ്ങളെ മുൾമുനയിൽ നിർത്തി ചൈനയിൽ നിന്നും മനുഷ്യരാശിക്ക് വെല്ലുവിളിയുയർത്തി എത്തുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. മാത്രമല്ല, ഈ വൈറസ് അതിവേഗം പടരുന്നതായിട്ടുള്ള വിവരങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേർ പങ്കുവച്ചിരിക്കുന്നു. കോവിഡ് വ്യാപനത്തിന് 5 വർഷം പിന്നിടുമ്പോൾ ചൈനയിലെ ആശുപത്രികൾ ഇപ്പോൾ വീണ്ടും രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. നിരവധി മരണങ്ങളും ഇപ്പോൾ സംഭവിച്ചതായിട്ടുള്ള വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഈ വൈറസിന്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ HMPV വൈറസ് സാധാരണയായി ജലദോഷത്തിന് സമാനമായിട്ടുള്ള ഒരു ലക്ഷണങ്ങളൊക്കെയാണ് പ്രകടിപ്പിക്കുന്നത്. മാത്രമല്ല, ഈ വൈറസ് ചെറിയ കുട്ടികൾ, പ്രായമായവർ, അതുപോലെ തന്നെ പ്രതിരോധ ശേഷി കുറഞ്ഞവർ എന്നിവരിലാണ് ഏറ്റവും കൂടുതൽ അപകട സാധ്യതയെന്നാണ് വിവരങ്ങൾ. കൊറോണ വൈറസ് പോലെ തന്നെ രോഗി ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ തുമ്മുമ്പോഴോ പുറത്തുവരുന്ന ഉമിനീർ തുള്ളികളിലൂടെയാണ് ഈ വൈറസ് പകരുന്നതെന്ന വിവരങ്ങളും പുറത്തുവരുന്നു. മാത്രമല്ല, ഇപ്പോൾ ചൈനയിലെ ആശുപത്രികളിൽ മാസ്ക് ധരിച്ച് ചികിത്സയ്ക്കായി തിങ്ങി നിറഞ്ഞ രോഗികൾ എത്തുന്നതായിട്ടുള്ള വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. രോഗബാധയെ തുടർന്ന് ചൈനയിലെ ചില പ്രദേശങ്ങളിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഈ വാർത്തകളൊന്നും തന്നെ ഇപ്പോഴും ചൈനയോ അല്ലെങ്കിൽ ലോകാരോഗ്യ സംഘടനകളോ സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണ് വിവരങ്ങൾ. അതേസമയം ഉറവിടം അറിയാത്ത ന്യൂമോണിയ കേസുകൾക്കായി നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയെന്നും ചൈനയുടെ രോഗനിയന്ത്രണ അതോറിറ്റി പറഞ്ഞിരിക്കുകയാണ്. കൂടാതെ 14 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളിലാണ് ഈ വൈറസുകൾ പടരുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ചൈനയുടെ വടക്കൻ പ്രവിശ്യയിലാണ് കൂടുതൽ കേസുകളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കോവിഡിന് സമാനമായ രീതിയിൽ പടരുന്ന വൈറസ് ആണ് എന്നതുകൊണ്ട് തന്നെ ശ്വസനേന്ദ്രിയ സംവിധാനങ്ങളെ ബാധിക്കുന്ന ഒരു അണുബാധ എന്നും പറയുന്നു. പ്രായമായവരും കുട്ടികളും പ്രതിരോധ ശക്തി കുറഞ്ഞവരുമാണ് അപകട സാധ്യത വിഭാഗത്തിൽ തന്നെയുള്ളത്. മാത്രമല്ല, ഈ വൈറസ് ആദ്യമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് 2001-ലാണ്. നിലവിൽ ഈ വൈറസിന് പ്രത്യേക ചികിത്സയോ വാക്സിനോ ഒന്നും തന്നെ ലഭ്യമല്ല എന്നും വിദഗ്ധർ പറയുന്നു. അതേസമയം നമുക്കറിയാം, 2019 മുതൽ ചൈനയിലെ തെക്കൻ കിഴക്കൻ പ്രവിശ്യയിലെ വുഹാനിലാണ് കൊറോണ വൈറസ് ആദ്യമായി തന്നെ കണ്ടെത്തിയത്. പിന്നീട് ഈ വൈറസ് ബാധ ലോകമാകെ വ്യാപിക്കുകയായിരുന്നു. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയാണ് പിന്നീട് രാഷ്ട്രങ്ങൾ തന്നെ ഇത്തരമൊരു വൈറസ് വ്യാപനം തടഞ്ഞത്. കൂടാതെ കൊറോണ വൈറസ് മനുഷ്യരുടെ ആയുസ് കുറച്ചെന്നും പഠനങ്ങൾ വ്യക്തമാക്കിയിരുന്നു. മുംബൈ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ ഡിസീസ് നടത്തിയ ഒരു പഠനത്തിലാണ് കൊറോണ വൈറസ് മനുഷ്യരുടെ ആയുർദൈർഘ്യത്തെ ബാധിച്ചുവെന്ന വിവരങ്ങൾ അടക്കം തെളിഞ്ഞത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.